ഈശോയെ നന്ദി. എൻ്റെ പേര് അന്നമ്മ. ഇതെൻ്റെ ഫ്രണ്ട് ഷിയ. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഏപ്രിൽ 13-നാണ്. ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. ഞാൻ BSc നഴ്സിംഗ് ഇപ്പോൾ ഈയിടെ കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ 2019-ലാണ് ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതുന്നത്. ആ സമയത്ത് കൊറോണയൊക്കെ ആയിരുന്നതുകൊണ്ട് ഒരുപാട് ക്ലാസ്സൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2019 എക്സാം വന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷന് പോകുന്ന വഴി ഒന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എക്സാം എഴുതിയതിൽ 55 പേര് എഴുതിയതിൽ 10 പേരെ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. പക്ഷേ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ എഴുതിയ സമയത്തും ഇതുപോലെ സപ്ലി ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതിയിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തേർഡ് ഇയർ ആയപ്പോഴും ഇതുപോലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഉണ്ടായിരുന്നു. എക്സാം ഫെയിലായി തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നത്. അങ്ങനെ എൻ്റെ വീടിന് അടുത്തൊരു കൂട്ടുകാരി വഴിയാണ് ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നത്. അങ്ങനെ കൃപാസനത്തിൽ വന്നു. 2023 ഏപ്രിൽ 13-ന് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഇവൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ ഇവളെ വിളിച്ച് പറഞ്ഞു, ഈ പ്രാവശ്യം നമ്മൾ പാസ്സാവും, പേടിക്കേണ്ട, ഈ പ്രാവശ്യം ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റലിൽ ചെന്ന് ഞാൻ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ തൈലം ഞാൻ എൻ്റെ റൂമിൽ എല്ലാവർക്കും തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. അങ്ങനെ ഹോൾ ടിക്കറ്റ് കിട്ടിയ സമയത്ത് വിശുദ്ധ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും എക്സാമിന് പോകുമ്പം ഞാൻ തൈലവും ഉപയോഗിച്ചുള്ള പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കാശ് രൂപം ഞാൻ ഇവൾക്ക് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ എക്സാം ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പം പറയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ എന്നാലും പേടിയായിരുന്നു. കാരണം കഴിഞ്ഞ 3 ഇയർ ആയിട്ടും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ 4th ഇയർ എഴുതണമെങ്കിൽ ഈ 3 ഇയറും കംപ്ലീറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവസാന അവസരം കൂടിയായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ എക്സാം ഏകദേശം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു, ഈ വട്ടം പാസ്സാകണേന്ന്. ഓരോ ദിവസം എക്സാമിന് പോകുമ്പോൾ ഞങ്ങൾ ഉപ്പ് കൊണ്ടുപോകുമായിരുന്നു. പരീക്ഷാ ഹാളിൽ ഉപ്പ് കൊണ്ടുപോയിട്ട് ഒരു തീർന്ന പേനയുടെ ബോഡിയിൽ ഉപ്പ് കൊണ്ടുപോയി ആൻസർ ഷീറ്റിൽ ഇടുമായിരുന്നു. അങ്ങനെ തേർഡ് ഇയർ അവസാന ചാൻസിൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഒറ്റയടിക്ക് അവൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അവൾ പാസ്സായി. അങ്ങനെ 4th ഇയർ എഴുതാൻ അവൾക്ക് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 4th ഇയർ എഴുതാൻ നേരം ഇതുപോലെ തന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 4th ഇയർ എക്സാമിന് പോയപ്പോഴും ഉപ്പ് കൊണ്ടുപോയിരുന്നു. അപ്പം അവസാനത്തെ എക്സാം ആയപ്പോൾ ഭയങ്കര പാടായിരുന്നു. ആ സമയത്ത് ആൻസർ അറിയാൻ മേലാതെ വന്നിട്ട് ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വാക്യമൊക്കെ ഞങ്ങൾ പരീക്ഷ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഉത്തരം അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ചില പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിതൊക്കെ എഴുതി ചേർക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വന്നത്. ഇവള് ഫസ്റ്റ് ക്ലാസ്സോടെയും ഞാൻ ഡിസ്റ്റിങ്ഷനോടെയും പാസ്സായി. അങ്ങനെ അത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജപമാല ചൊല്ലാനോ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ജപമാല ചൊല്ലുവാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചത്. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.